PN അബ്ദുൽ ലത്തീഫ് മദനി. വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒരു വിയോജിപ്പോ ഒരു വിരോധം നമുക്കില്ല. അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ്, എൻ്റെ കാക്കാൻ്റെ കൂടെ പഠിച്ച ആളുമാണ്. ആ ബന്ധമൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, അത് വേറെ വിഷയമാണ്. പക്ഷേ അദ്ദേഹമാണ് ആ ഒരു ഇങ്ങനെ ഈ കളവ് പറയുക, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ നിന്ന് കളവ് പറയുക, കള്ളാരോപണം നടത്തുക എന്ന കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന വ്യക്തി സാക്ഷാൽ PN അബ്ദുൽ ലത്തീഫ് മദനിയാണ്. പുളിക്കലിൽ PN അബ്ദുൽ ലത്തീഫ് മദനി പ്രസംഗിച്ചിരുന്നു. അവിടെ നമ്മൾ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരക്ഷരം അതിനെക്കുറിച്ചില്ല, ഇതുവരെണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ അഭാവത്തിലല്ല, അവരൊക്കെ സാന്നിധ്യത്തിലാണ്, അവരുടെ നാട്ടിലാണ്, അവരുടെ പ്രദേശത്താണ്, അവിടെയും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രതികരണമില്ല. എന്താ പ്രതികരിക്കാത്തത്? പ്രതികരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഞങ്ങളങ്ങനെ കളവുകളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം വേണം. അതിന് ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താ, പറഞ്ഞേ മാത്രമല്ലേ ഇത് വെച്ചതൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ആ കാലത്ത് ഇറക്കി വിട്ട കുറേ മുതലില്ലേ, ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യന്മാരുമില്ലേ, അപ്പോൾ പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യണം, ഇങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് കളവൊക്കെ പറയുക, കുറച്ച് കള്ളക്കേസൊക്കെ കൊടുക്കുക, കുറച്ച് കള്ളസാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല, അത് മതപരമായി സാധൂകരിക്കുന്ന കാര്യമാണ് എന്ന് വാദമുണ്ടോ? ഉണ്ടോ? ഒരു പ്രാവശ്യം ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിഷേധിച്ചിരിക്കുന്ന ആയത്തുകളെയും ഹദീസുകളെയും ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്താ, സത്യമേ പറയാവൂ എന്ന ഖുർആൻ്റെ ആയത്തിനെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കിട്ടിയ മറുപടി എന്താ അറിയോ? തിങ്കളാഴ്ച നോമ്പ് പോലൊരു സുന്നത്താണ്, അത് നോറ്റില്ല എന്നുള്ളതുകൊണ്ട് ഹദീസ് നിഷേധമാവുമോ എന്നാണ് ചോദിച്ചത്. എങ്ങനെയുണ്ട്? തിങ്കളാഴ്ച നോമ്പ് പോലൊക്കെ സുന്നത്താണ്, സുന്നത്തൊരു കാര്യം ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഹദീസുകൾ നിഷേധിക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? അത് സുന്നത്താണ്. എന്നാൽ ഇന്ന കാര്യം നിഷിദ്ധമാണ്, ഹറാമാണ്, പാടില്ലാത്താണ് എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയം, ഹറാമായ കാര്യം ചെയ്താൽ സുന്നത്തായ കാര്യം ഉപേക്ഷിക്കുന്നത് പോലെ നിസ്സാരമായി പറയാൻ പറ്റുമോ? പറ്റുമോ? ഇത് നമ്മൾ ചോദിച്ചത്. ഒരു സുന്നത്തായ കാര്യം, സുന്നത്തിൻ്റെ വിവക്ഷ നമ്മൾ പറയാൻ എന്താ, ചെയ്താൽ കൂരിയിട്ടും, ചെയ്തില്ലെങ്കിലോ ശിക്ഷയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതിൽപ്പെട്ടാണ് ഈ പറഞ്ഞ സുന്നത്ത് നോമ്പ് കാര്യങ്ങളൊക്കെ, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ അതിൽപ്പെടുത്താം. എന്നാൽ അങ്ങനെയുള്ളൊരു കാര്യമാണോ ഈ സത്യമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല എന്നുള്ളത്? കളവ് പറയുക എന്നത് കറാഹത്തായ ഒരു കാര്യമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നു. ഹറാമല്ല, കറാഹത്താണെങ്കിൽ. എന്താ കറാഹത്ത് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയില്ല, കുറ്റമൊന്നുമില്ല, ചെയ്യാതിരുന്നാൽ അത് നല്ലതാണ്. എന്നാലും ചെയ്യാതിരിക്കലാണ് നല്ലത്, ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിലും ഒരു വാദം ഈ കളവിനെക്കുറിച്ച്, കള്ളത്തരങ്ങളെക്കുറിച്ച്, കള്ള ആരോപണങ്ങളെക്കുറിച്ച്, കള്ള കേസുകളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ ആ കറാഹത്തിൻ്റെ ലിസ്റ്റ് അല്ലേ, വാജിബ്, സുന്നത്ത്, പിന്നെ കറാഹത്ത്, അങ്ങനെ കുറേ ഉണ്ടല്ലോ അല്ലേ, ആ ഹറാം, ആ പറഞ്ഞ ലിസ്റ്റിൽ ഇങ്ങനെ ഏതൊക്കെ പെടുത്താൻ പറ്റുമെന്ന് പറയും.